അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. SSF മുള്ളരിയ ഡിവിഷൻ സാഹിത്യോത്സവ വേദിയിൽ ഒരു വേറിട്ട സെഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് സംഘാടകർ. തലമുറകളുടെ സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ ഇവിടെ മത്സരികളായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങൾ ഒരു ജ്യേഷ്ഠന്മാരാണ്. എന്നാൽ ഞങ്ങളെക്കാൾ മുമ്പേ സാഹിത്യോത്സവിൽ സംബന്ധിക്കുകയും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് നേതാക്കളും പ്രവർത്തകരും ഉണ്ട്. അവരാണ് ഞങ്ങൾക്കൊക്കെ മാതൃക. അപ്പം അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് SSF മുൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി പുത്തപ്പലം, മുൻ ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് പുത്തപ്പഴം, അതുപോലെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കരീം ജൗഹരി എന്നിവർ നമ്മോട് സംവദിക്കുന്നുണ്ട്. സാഹിത്യോത്സവ് എന്നത് SSFകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പറയൽ തന്നെ പെരുന്നാൾ എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാം കൊണ്ടും ദീനിയായി നവീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് സാഹിത്യോത്സവ കാലം എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ദീനിയായ ആവേശങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ വലിയൊരു ദഅവത്ത് നടക്കുകയും ചെയ്യുക എന്നതാണ്. കലാപരമായി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയുന്നതോടൊപ്പം തന്നെ വലിയൊരു ദഅവത്തിന് സാധ്യതയുണ്ട് എന്നതാണ് സാഹിത്യോത്സവിൻ്റെ ഒരു വശം. അതിൽ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അവരവരുടെ അനുഭവങ്ങൾ പറയുന്നു. ഞാൻ സംബന്ധിക്കുന്ന ആദ്യത്തെ സാഹിത്യോത്സവം എന്ന് പറയുന്നത് ദേലമ്പാടി പഞ്ചായത്ത് സാഹിത്യോത്സവം. ദേലമ്പാടി പഞ്ചായത്ത് സാഹിത്യോത്സവം പള്ളങ്കോടിൽ വെച്ചാണ് നടക്കുന്നത്. അന്ന് ദേലമ്പാടി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ ഇല്യാസ് മദനി ഉസ്താദ്. ഇല്യാസ് മദനി പള്ളങ്കോട് മദനി ഉസ്താദിൻ്റെ അനിയൻ. പിന്നെ ഇന്ന് മുസ്ലിം ജമാഅത്തിൻ്റെ സോൺ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി പള്ളങ്കോടാണ് അന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അന്നാണ് ഞാൻ സാഹിത്യോത്സവത്തിൽ സംബന്ധിക്കുന്ന ആദ്യ അനുഭവം. അത് പിന്നെ ഉദുമ ഡിവിഷൻ മത്സരത്തിലേക്കും പോയി. നമ്മുടെ ഹൈദർ ജൗഹരി ഉസ്താദൊക്കെ പറയാറുള്ളത് പോലെ അങ്ങനെ ഒരു അവസരം ഉദുമ ഡിവിഷനിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ ദേലമ്പാടി പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലാണ്. അന്ന് കട്ടക്കാലിൽ ഉദുമ പടിഞ്ഞാറ് കട്ടക്കാലിലാണ് ആ സാഹിത്യോത്സവം നടക്കുന്നത്. അന്നാണ് എൻ്റെ ആദ്യത്തെ സാഹിത്യോത്സവിന് ഡിവിഷൻ തലത്തിലുള്ള മത്സരത്തിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോയ ആളുകൾ ഇന്നും നമ്മുടെ മുസ്ലിം ജമാഅത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ JP അബ്ദുറഹ്മാൻ അന്ന് നമ്മുടെ പരപ്പ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ നമ്മുടെ സംഘടനാ രംഗത്ത് സാഹിത്യോത്സവമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സംഘടന രംഗത്ത് പിടിച്ചു നിർത്തുന്നത് എന്നത് ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് എന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. സാഹിത്യോത്സവം നമ്മുടെ പ്രസ്ഥാനത്തിൽ നടത്താൻ ആ ഭാഗ്യം ലഭിച്ചത് SSFനാണ്.
SSFനെ അത് സാഹിത്യോത്സവൻ്റെ സംഘാടനം നടത്താൻ സാധിക്കുകയുള്ളൂ. വലിയൊരു ജിഹാദാണിത്. കാരണം ഒരുപാട് സംഗീതങ്ങളും ആഭാസങ്ങളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നടമാടുമ്പോൾ അതിൻ്റെ ബദലായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മ്യൂസിക്കില്ലാതെ, അതുപോലെ തന്നെ വാദ്യമേളങ്ങളില്ലാതെ, ഒച്ചപ്പാടില്ലാതെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ത്യാഗമാണ്. അത് ഇത്രയും കളർഫുള്ളായി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് SSFനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് SSF ചെയ്യുന്ന വലിയൊരു സംഭാവനയാണ്. നമ്മൾ ഈ സാഹിത്യോത്സവിൻ്റെ ഒരു മാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് അനൗപചാരികമായ ഒരു ചർച്ചയിൽ ശ്രദ്ധിക്ക് പറയാണ് സാഹിത്യോത്സവനെ പറ്റി ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല. കാരണം അപ്ഡേഷൻ, നിരന്തരമായ അപ്ഡേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെപ്പോഴും ഈ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ഡിവിഷൻ അല്ലെങ്കിൽ ജില്ലാ സാഹിത്യോത്സവൻ്റെ വേളയിൽ ഒരു ഭൗതിക വിദ്യാർത്ഥി, അയാൾ SSFനെ എതിർക്കുന്ന ആളില്ലെങ്കിലും SSFൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ പറയാണ് പോലും പിന്നെ SSFൻ്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകം ഞാൻ നോക്കും. അപ്പോൾ SSFൻ്റെ സാഹിത്യോത്സവം വരുന്ന ഈ പോസ്റ്റർ, അതിൻ്റെ ഏറ്റവും അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും താഴെ കുറേ ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ വരുമല്ലോ, ഡിസൈനുകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കരം ഈ നമ്മളെ ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി സമൂഹം SSFനെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കാത്ത എത്രയോ പ്രവർത്തകരും എത്രയോ വിദ്യാർത്ഥി സമൂഹവും ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടനം, സാഹിത്യോത്സവത്തിൻ്റെ സംഘാടനം, അതും വലിയൊരു ത്യാഗം തന്നെയാണ്. എത്രയോ സമൂഹത്തെ ഒരു കുടക്കീഴിൽ നിർത്തുന്നു എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സാഹിത്യോത്സവം വരുമ്പോൾ പിന്നെ നമ്മുടെ ആരൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആകുന്നത്? ഒന്ന്, ആ നാട്ടിലെ പൊതുസമൂഹം അവരൊരു സംഘാടക സമിതി രൂപീകരിക്കും. ഇതിനൊരു ഇതിൻ്റെ കമ്മിറ്റി, ഇതിൻ്റെ പ്രൊജക്റ്റ് കമ്മിറ്റി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഡിവിഷൻ കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ ഇതിൻ്റെ എത്രയോ മാസങ്ങളായി ഇതെന്നെ എങ്ങനെ മികച്ചതാക്കാമെന്ന ആലോചനയിലും പ്രവർത്തനത്തിലായിരിക്കും. വിദ്യാർത്ഥികൾ സാഹിത്യോത്സവത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും. ഇപ്പോൾ ഇന്ന് ഒരു കുട്ടിക്ക് ബുക്ക് ടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടി. ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് കിട്ടാൻ കാരണം ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു എന്നാണ്, എൻ്റെ ഉമ്മ എന്നെ ഇതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മമാരും ഇതിൻ്റെ ഭാഗമാകുന്നു. സമൂഹത്തിൻ്റെ ഒരുപാട് വിഭാഗങ്ങൾ ഒരു കുടക്കീഴിൽ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹിത്യോത്സവം ഓരോ വർഷവും കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ ഇരിക്കുന്നത് വരെയുള്ള ഈ കാലത്ത് മത്സരാർത്ഥിയായും സംഘാടകനായും കാഴ്ചക്കാരനായും നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊരു അനുഭവം, തലമുറ സംഗമം പലതും വെക്കാറുണ്ടെങ്കിലും നമ്മുടെ കാലത്തെ സാഹിത്യോത്സവത്തിൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് ആദ്യത്തെ ഒരു സംഘമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കാലത്തെ സാഹിത്യോത്സവം പരിശോധിച്ച് നോക്കിയാലും ഓരോ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സാഹിത്യോത്സവം നടക്കാറുള്ളത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൽ ഇൻക്ലൂഡ് ആകുന്ന ആളുകൾ, ഇതിൽ വരുന്ന ആളുകൾ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ കൂടിയപ്പോൾ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ ആലിംഗനം ചെയ്യുകയും നമ്മളോട് ഇങ്ങനെ ഒരു കൂടെ കൂടുകയും ചെയ്തപ്പോൾ ഇതിനെ വീക്ഷിക്കുന്ന ആളുകളുണ്ടാകും. കാരണം അയാളൊരു നല്ല രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ കാസർഗോഡ്. ഞാനാണെങ്കിൽ ഒരു സംഘാടകനാണ്. ഇപ്പോൾ സംഘടനയുടെ നേതൃരംഗത്ത് വലിയ ഇല്ലെങ്കിലും എന്നാലും നേരത്തെ ഉണ്ടായി എന്ന പരിചയം കൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങൾ രണ്ടാളെയും ഇങ്ങനെ വലിയ പ്രതീക്ഷപൂർവ്വം നോക്കുകയാണ്. അപ്പോൾ അയാൾ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം
ഞാൻ സാഹിത്യോത്സവത്തിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന്. അയാൾ ഇന്നൊരു ഒരു പ്രഭാഷകനും ഒരു സംഘാടകനാണ്. അപ്പോൾ ഈ സാഹിത്യോത്സവത്തിലൂടെ കടന്നു വന്ന ആളുകൾ ഏതെങ്കിലും നല്ല ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഴയ കാല സാഹിത്യോത്സവങ്ങൾ, അതിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ സംസ്ഥാന നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം സാഹിത്യോത്സവിൻ്റെ താഴെ ഘടകത്തിൽ നിന്ന് മത്സരിച്ചവരും ഇത് സംഘടിപ്പിച്ചവരും പണിയെടുത്തവരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ SSF നേരത്തെ അബ്ദുറഹ്മാൻ സഖാഫി സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഡിവിഷൻ സാഹിത്യോത്സവം നടന്നത് കാനക്കോടാണ്. ആ കാനക്കോട് സാഹിത്യോത്സവിലാണ് ഈ പോസ്റ്ററിൻ്റെ താഴെ വന്ന ഈ ചിഹ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. വേറെ ഏത് നാട്ടിലല്ല, നമ്മളെ കുഗ്രാമത്തിലുള്ള ആളുകൾ പോലും, ഭൗതിക തലങ്ങളിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ പോലും നമ്മുടെ സാഹിത്യോത്സവിൻ്റെ ഈ പോസ്റ്ററിൽ വരുന്ന ചിഹ്നങ്ങളെ സംസാരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് SSF സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുന്ന പോസ്റ്ററൊന്നുമല്ല. ഇവിടെ ഗ്രീൻ റൂം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ ഗ്രീൻ റൂമിൽ നമ്മുടെ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തീമുകളും ചിഹ്നങ്ങളുമാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ ഈ സാഹിത്യോത്സവത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർത്തും പഴയ കാലത്തിൽ എത്രയോ വ്യത്യാസം നമ്മുടെ സാഹിത്യോത്സവനുണ്ട്. ഞാൻ SSF കാസർഗോഡ് ഡിവിഷൻ ജനറൽ സെക്രട്ടറിയും ജമാലുദ്ദീൻ സഖാഫി പ്രസിഡൻറ്റും ബഷീർ സഖാഫി കൊല്യം ഫിനാൻസ് സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റി, അന്ന് കാസർഗോഡ് ഡിവിഷനിൽ 112 യൂണിറ്റ് ഉണ്ട്. ദേലമ്പാടിയിൽ നിന്ന് തുടങ്ങി മൊഗ്രാലിൽ അവസാനിക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു ഡിവിഷനാണ്. ഇന്ന് ആ ഡിവിഷൻ കാസർഗോഡ് ഡിവിഷൻ, ബദിയടുക്ക ഡിവിഷൻ, മുള്ളേരിയ ഡിവിഷൻ, അത് 3 ഡിവിഷനായി വിഭജിച്ചിട്ടുണ്ട്. അവ എത്രമാത്രം ഈ സംഘടന വളർന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ കാലത്തിന് ശേഷം നേരത്തെ ഇങ്ങനെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉണ്ടായി. അതിൽ നിന്ന് മാറി ഇപ്പോൾ നേരെ യൂണിറ്റിൽ നിന്ന് ജില്ലയിൽ പോയി മത്സരിക്കുന്ന, അല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് സംസ്ഥാനത്ത് മത്സരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതാരെയും ആ കാലത്തെ സംഘാടകരുടെ കഴിവ് കേടൊന്നുമല്ല, നമുക്ക് അന്ന് അത്രമാത്രമേ സൗകര്യവും സംവിധാനവും ഉണ്ടായിട്ടുള്ളൂ. ഇന്നോ അടുത്ത വർഷം സാഹിത്യോത്സവം എവിടെ നടക്കണമെന്ന് ഈ വർഷം ഇവിടെ തീരുമാനിക്കുകയാണ്. അത് സ്റ്റേറ്റിലുണ്ടായി, അത് ജില്ലയിലേക്കെത്തി, അത് ഡിവിഷനിലേക്കെത്തി, അത് സെക്ടറിലേക്കെത്തി. ഞാൻ അടുത്ത വർഷം മുതൽ യൂണിറ്റിൽ ചിലപ്പോൾ പതാക കൈമാറും. ഏത് ബ്ലോക്കിലാണ് സാഹിത്യോത്സവം നടക്കേണ്ടത് എന്നിടത്തേക്ക് നമ്മുടെ സാഹിത്യോത്സവങ്ങൾ വളർന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും പുതിയ കാലത്തെ നമ്മുടെ പ്രവർത്തകരും നേതാക്കൾക്കും വലിയൊരു പ്രചോദനമാണ്. ഇൻഷാ അല്ലാഹ് സംയോജിതമായി പിന്നീട് ഇടപെടാം. കരീം ജോഹരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ആമുഖമായി വിഷയങ്ങളൊക്കെ ഇവരൊക്കെ സംസാരിച്ചു. സാഹിത്യോത്സവം നേരത്തെ മിസ്ബാഹ് ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ സംഘാടകനാകുന്നതും സാഹിത്യോത്സവം മത്സരിക്കുന്നതും ഒരേ സമയത്താണെന്ന് തോന്നുന്നു. മുള്ളേരിയയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ബിൽഡിങ്ങിൻ്റെ പേരൊന്നും അറിയില്ല. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് സാഹിത്യോത്സവം മത്സരിച്ചത്. അത് പഞ്ചായത്തിൻ്റെ ലാസ്റ്റ് മത്സരമാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ ജമാൽ സഖാഫിനെ മാത്രം എനിക്ക് അന്ന് അറിയത്തില്ല, വേറെ ആരും അറിയില്ല. ജമാൽ സഖാഫി ഉസ്താദാണ് മൈക്ക് പിടിച്ചിട്ട് പേപ്പർ പിടിച്ചിട്ട് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പായുന്ന ആ രംഗലിൽ ഇങ്ങനെ ഓർമ്മ. കുറേ പേപ്പർ ഇട്ട് പേപ്പറിൻ്റെ അട്ടി ഇങ്ങനെ ഉണ്ട്, അതിങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അന്ന് പിന്നെ എതിരാളികളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഡിവിഷനിലേക്കും ജില്ലയിലേക്കും 1-2 പ്രാവശ്യം, അത്ര 1-2 പ്രാവശ്യം മാത്രമാണ് സാഹിത്യോത്സവം മത്സരിച്ചിട്ട് അനുഭവമുള്ളൂ. പിന്നെ അപ്പം തന്നെ പിറ്റത്തെ വർഷം തന്നെ യൂണിറ്റും സെക്ടർ ഭാരവാഹിയായി, അങ്ങനെ പിന്നെ സംഘാടകനായിട്ടാണ് സാഹിത്യോത്സവം അനുഭവിച്ചത്. അതിൽ ഏറ്റവും പിന്നെ ഇപ്പോഴത്തെ സാഹിത്യോത്സവവും മുമ്പത്തെ സാഹിത്യോത്സവമായി ഞങ്ങൾക്ക് വ്യത്യാസം കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ആ ഈ പേപ്പർലെസ് സാഹിത്യോത്സവം തന്നെയാണ്. ഇന്ന് ഞാൻ ഡിവിഷൻ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിനെയും ഇങ്ങനെ മുഖം നോക്കി എങ്ങനെയുണ്ട്, ഒരു പ്രശ്നമില്ല, കൂളായിട്ടുണ്ട്. ഭാരവാഹികളെ കൂളായിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അന്നത്തെ സാഹിത്യോത്സവിൽ പിന്നെ മൈൻ ഭാരവാഹികളൊന്നും മുകളിലിങ്ങനെ വീർത്തിട്ടുണ്ടോ, ഒന്നും അങ്ങനെ മുണ്ടാനോ അല്ലെങ്കിൽ ഒരാൾ സലാം പറഞ്ഞ് മടക്കുക, അത്രയും ടെൻഷനാണ്. കാരണം എന്താ, ഫുള്ള് പേപ്പറിൽ എഴുതിയിട്ട് തീർക്കണം ഇത്. അതിന് പിന്നെ അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ മാത്രം സക്കാഫിയും തോന്നുന്നു, നമ്മുടെ അതിൻ്റെ സ്ലിപ്പാക്കാൻ വേണ്ടിയിട്ട് മറ്റേ വിക്ടോറിയ ഹോട്ടലിൻ്റെ ഇപ്പുറത്തൊരു DTP സെൻറ്റർ ഉണ്ടായി, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓരോന്നിങ്ങനെ സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ
നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 ദിവസം രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് എഴുതണം. ഓരോ ഇത് ജനറൽ, സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, മാപ്പിളപ്പാട്ട്, മധു സോങ്, ഇങ്ങനെ ഓരോന്നിങ്ങനെ കയ്യിൽ എഴുതിയിട്ട് പിന്നെ സെറ്റ് ചെയ്തിട്ടാണ് സാഹിത്യോത്സവം തുടങ്ങുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാ ഡിവിഷനിലും സെക്ടറിലും പ്രിൻ്ററും കമ്പ്യൂട്ടറൊക്കെ കാണുമ്പോൾ വളരെ സ്പീഡായി. ഒരു 32 വർഷം, 10 വർഷം മുമ്പത്തെ കഥയായിരിക്കും ഇത് പറയുന്നത്. ഈ 10-15 വർഷം മുമ്പത്തെ, ഈ 15 വർഷത്തിന് ഇങ്ങോട്ടുണ്ടായ വലിയൊരു മാറ്റം ഈ കാണുന്ന പേപ്പർലെസ് സാഹിത്യോത്സവം തന്നെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മളെ പിന്നെ കരീം ജൗഹരി പറഞ്ഞത് ആ ഒരു ത്യാഗം ഇതിൻ്റെ പിന്നിൽ, വളരെ ഏറെ കഷ്ടം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാരവാഹികൾ ചിരിച്ച് നിൽക്കുന്നെങ്കിലും ഒരു നല്ല വർക്ക് ഇന്നലെ രാത്രിയും മിന്നാന്ന് രാത്രിയും ദിവസങ്ങളായി ചെയ്തിട്ടാണ് അവർ ഇരിക്കുന്നത്. പക്ഷേ എന്നാൽ അവർക്ക് ഒരു ടീമിനെ പുതിയതായി വന്നതിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ, അതായത് ഇതിൻ്റെ വർക്കിന് പിന്നിൽ പ്രോഗ്രാം കമ്മിറ്റികളും അതിൻ്റെ പിന്നിലുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ നല്ല ഒരു ടീം ഓരോ സാഹിത്യോത്സവങ്ങളിലും നമുക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് സാഹിത്യോത്സവത്തിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതോടനുബന്ധിച്ച് നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സംഘടിപ്പിക്കാൻ ഏറ്റെടുക്കുന്ന നാടുകൾ, നേരത്തെ അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതേ, ആ നാടുകളെ കൂടുതൽ ഇസ്ലാമികമായി പ്രോജ്വലിപ്പിച്ച് നിർത്താൻ സാഹിത്യോത്സവത്തിന് കഴിയുന്നുണ്ട്. മറ്റേത് പരിപാടിക്കും ഒരു മതപ്രഭാഷണം 2 ദിവസം 3 ദിവസം മതപ്രഭാഷണം നടത്തുന്നതിനേക്കാൾ ഏറെ ഫലം ഒരു പക്ഷേ നമ്മുടെ സാഹിത്യോത്സവങ്ങൾ ഒരു നാട്ടിൽ നടത്തുന്നതിലൂടെ ഉണ്ടാകും. അതിലൂടെ നേരത്തെ അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതുപോലെ ഓരോ നാട്ടിലെ ഓരോ ആളുകളും അതിൽ ഭാഗവാക്കാവാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, മഥലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമഥലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ. അതായത് ഒരു വിത്താണ് ഇടുന്നത്, ആ വിത്തിൽ നിന്ന് ഒരു 7 കുലകളുള്ള കതിരുകളായിട്ട് ഒരു തൈയായിട്ട് മുളച്ചു വരുന്നു. ഓരോ കുലകളിലും 100 വിത്തുകളായിട്ട് വരുന്നു. എന്ന പോലെയാണ് സാഹിത്യോത്സവം ഒരു നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ അതിലൂടെ സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ പാട്ടുപാടി പ്രസംഗിച്ച് എഴുതി സമ്മാനങ്ങൾ നേടി പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ പ്രതിഭയും ഭാവിയിൽ വലിയൊരു പ്രഭാഷകനാണ്, ഭാവിയിൽ വലിയൊരു എഴുത്തുകാരനാണ്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ദിശ നിർണ്ണയിക്കാൻ നമ്മുടെ സാഹിത്യോത്സവത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരും സംഭാവന കൊടുക്കുന്ന നാട്ടുകാരും ഇപ്പം നമ്മൾ കളർഫുള്ളാവണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. നല്ല ഉഷാറാവണം എന്ന് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എല്ലാ പരിപാടികളും കളർഫുള്ളാണെങ്കിൽ എങ്കിലേ ചെറുപ്പക്കാർ വരുന്നുള്ളൂ. കല്യാണവും മറ്റൊക്കെ അതുപോലെ തന്നെ പല പരിപാടികളും വിവിധങ്ങളായ രൂപത്തിൽ അവരെന്ത് ചെയ്യാണ് സംഘടിപ്പിക്കുക. പക്ഷേ അവിടെയാണ് കുട്ടികളുള്ളത്. ഇപ്പം ഈ സമയത്തൊക്കെ നമ്മുടെ SSFൻ്റെ പ്രവർത്തകരുടെ ഈ കലാകാരന്മാരുടെ ഈ പ്രവർത്തകരുടെ ഒരു ചിന്ത നമ്മളൊന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കണം. ഈ സമയത്ത് മറ്റു വിദ്യാർത്ഥികളെല്ലാം കളിയുടെ പേരിലുള്ള ഫ്ലക്സ് സ്ഥാപിക്കുന്ന തിരക്കിലാണ്. പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ വിദ്യാർത്ഥികൾ നോക്കൂ, നമ്മുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ, ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങുകയാണ്. അപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ ഈ SSF നടത്തുന്ന സാഹിത്യോത്സവിലൂടെ നാടിലെ ഓരോ ആളുകൾക്കും പ്രത്യേകമായ ഒരു നേട്ടങ്ങൾ ഉണ്ടായി വരുന്നു. അവർ നൽകുന്ന ഒരു സംഭാവന 1000 സംഭാവനകളായിട്ട് മാറുന്നു. ഒരു ചെറിയ തൊട്ട് നാണയം, ഒരു ചെറിയ വൈകുന്നേരം കൊടുക്കുന്ന സ്നാക്സ്, അത് വലിയ നേട്ടങ്ങളായിട്ട് ഭാവിയിലേക്ക് അത് ഉണ്ടാവുകയാണ്. ഈ ഒരു നേട്ടവും കൂടി നമ്മൾ ഈ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പള്ളത്തൂർ യൂണിറ്റിലാണ് സാഹിത്യോത്സവം നടക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഈ യൂണിറ്റുകാർക്ക് അള്ളാഹു എല്ലാവിധ വറക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുറഹ്മാൻ സഖാഫിയുടെ കൂടെ. ഓർമ്മകളിലെ സാഹിത്യോത്സവം എന്നാണെന്ന് തോന്നി സെഷൻ്റെ പേര്. അപ്പോൾ സാഹിത്യോത്സവിലെ മത്സരാർത്ഥിയായിട്ടും സംഘാടകനായിട്ടും ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ മത്സരാർത്ഥി ആയ നമ്മൾ ഹിദർ ജൗഹരി നമ്മളെ കൂടെ മത്സരിച്ച് നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉസ്താദ്. ഇവിടെ മുമ്പ് ഖത്തീബായിട്ടുണ്ടായിരുന്ന അനീഫ് സൈദിയും ഞാനും പ്രസംഗത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അന്നത്തെ വിഷയം സ്വാശ്രയ കോളേജും കോടതി വിധിയും എന്നാണ് അന്നത്തെ വിഷയം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഈ നേരത്തെ സൗകര്യത്തെ പറ്റി പറഞ്ഞല്ലോ, ഈ മുള്ളേരിയ സെക്ടറും
വെള്ളൂർ സെക്ടറും സംയുക്തമായൊരു സാഹിത്യോത്സവം വെച്ചിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഡിവിഷനിൽ നിന്ന് 8-9 സെക്ടർ ഉണ്ട്. സിദ്ധിക്കകത്ത് പറഞ്ഞാൽ മൊഗ്രാപുത്തൂർ മുതൽ ഇത് പള്ളങ്കോട് നിലമ്പാടി ഒരു സെക്ടറാണ്, മുള്ളേരിയ ആദൂർ ഒരു സെക്ടറാണ്, പിന്നെ വെള്ളൂർ വേറെ സെക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളൂരിൽ നമുക്കറിയാമല്ലോ നമ്മളെ നാടാണ്, ഓണങ്കര മൂലയാണ്. അപ്പോൾ അതിന് ക്ലബ് ചെയ്തുകൊണ്ട് പിന്നെ മുള്ളേരിയയിൽ ഇപ്പോൾ ഒരു മദീന ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു സാഹിത്യോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പ്രസംഗം നടന്നാൽ 2 ആൾ ഫസ്റ്റ്, കാരണം 2 സെക്ടറിൻ്റെയും ഡിവിഷനിലേക്ക് കൊണ്ടുപോകണമല്ലോ, 2 ആൾ സെക്കൻഡ്. അപ്പോൾ ആ രീതിയിൽ ഒരു മത്സരം നടന്നിരുന്നു. അന്ന് നമ്മൾ മത്സരാർത്ഥിയാണ്. പിന്നീട് സംഘാടകനായി വരുന്നത് പിന്നെ മജ്‌ലിസിൽ നടന്നൊരു സാഹിത്യോത്സവത്തിലാണ്. എനിക്ക് തോന്നുന്ന ഞാൻ ആദ്യം മത്സരിച്ച അതേ സാഹിത്യോത്സവത്തിലാണെന്ന് തോന്നുന്നു. സൗകര്യമൊന്നും ഇല്ലാത്ത, തേക്കാത്ത, വാർപ്പാക്കിയിട്ടുണ്ട്, തേച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ മജ്‌ലിസിൽ നടന്ന സാഹിത്യോത്സവത്തിൽ ജമാൽ സഖാഫി നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സംഘടനയിലേക്ക് വഴി നടത്തിയ ജമാൽ സഖാഫിയാണ്. നമ്മൾ സെക്ടർ ഭാരവാഹിത്വത്തിലേക്കൊക്കെ പിന്നെ പിന്നെ ജമാൽ സഖാഫി സിദ്ദീഖൊക്കെ ആയിരിക്കും. ജമാൽ സഖാഫിനെ ഓർമ്മയിരുന്നു. അപ്പം അന്ന് സാഹിത്യോത്സവത്തിൽ അതുവരെ ജമാൽ സഖാഫിയാണ് കൈകാര്യം ചെയ്തത്. പിന്നീട് ഞാനും നാസർ ഗാളിമുഖം തോന്നുന്നു, അന്ന് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ഒന്നും ഉണ്ടെന്നറിയില്ല, ഒരു പുസ്തകം തന്നു, ഒരു 80 പേജിലെ 100 പേജിൻ്റെ ചെറിയൊരു നോട്ട് പുസ്തകം തന്നിട്ട് ഇതാ നടത്തിക്കോന്ന് പറഞ്ഞൊരു പോക്ക് പോയി. ഈ രക്ഷിതാക്കൾ 2 രീതിയിൽ രക്ഷിതാക്കളുണ്ടാവും. 2 പാരൻറ്റിങ്ങും പോസിറ്റീവ് തന്നെയാണ്, നമുക്കത് പിന്നീട് മനസ്സിലാവും. ഒരു പാരൻറ്റിങ് നമ്മളെന്താ ചേർത്ത് പിടിച്ചുകൊണ്ട് വഴി നടത്തിയിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് പിന്നെ ഇതാ നീ പോയിട്ട് പണിയെടുത്ത് ജീവിച്ചോട്ട് എന്താക്കും, കൈക്കോട്ട വികാസം എന്നിട്ട് നമ്മളെ അയക്കും, നീ പോയിട്ട് പണിയെടുത്ത് ജീവിച്ചു പറഞ്ഞിട്ട്. രണ്ടാമത്തെ പാരൻറ്റിങ് ആയിരുന്നു ജമാൽ സഖാഫി. ആ പുസ്തകം എന്നിട്ട് പറഞ്ഞ് പിന്നെ നടത്തിക്കും. അമ്മാകെ ടെൻഷനായിപ്പോയി, ഇത് പരിചയമില്ലല്ലോ. നേരത്തെ കരിഞ്ഞവർ പറഞ്ഞ പോലെ ഇതെന്താണ് ഓരോന്നും ഇങ്ങനെ എഴുതണം, ഗ്രൂപ്പ് സോങ് എഴുതണം, സീനിയർ ഗ്രൂപ്പ് സോങ്, ജൂനിയർ ഗ്രൂപ്പ് സോങ്, ഇങ്ങനെ ഓരോന്നും എഴുതിയിട്ട് ഓരോ യൂണിറ്റ്. അതിപ്പോൾ ഈ നേരത്തെ എന്ത് ചെയ്യില്ല, ഡിജിറ്റലൈസേഷനൊന്നും അല്ലല്ലോ, നേരത്തെ യൂണിറ്റിൻ്റെ ഫോം ഒന്നും കിട്ടില്ല. അപ്പോൾ ആ ഒരു 10 മണിയാകുമ്പോൾ മാർസലും വിട്ടിട്ട് വന്നിട്ട് ഫോം കൊണ്ടിരുതാ, പുത്തപ്പലത്തെ ഫോം, ഇതാ കാനക്കോട്ടെ ഫോം, ഇത് ആദൂർ യൂണിറ്റിൻ്റെ, ഇത് റഹ്മത്തിൻ്റെ യൂണിറ്റിൻ്റെ. ആ ഫോം നോക്കിയിട്ട് ഓരോരാളെ പേരിന് നേരം ടിക്കറ്റ് കൊണ്ട് അത്രയും റിസ്ക് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അതിപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സാഹിത്യോത്സവം നടന്നപ്പോൾ മുഹമ്മദ് അലി കിനാലൂർ ഫേസ്ബുക്കിൽ പിന്നെ ഇട്ടിരുന്നു. പിന്നെ അയാളൊരു ഫോട്ടോ ഇട്ടിരുന്നു. അയാൾ പറഞ്ഞത് പേപ്പർലെസ് സാഹിത്യോത്സവം. അത് സന്തോഷം പറയാണ്. SSFൻ്റെ വളർച്ചയെപ്പറ്റി അയാൾ പറയണത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം എന്ന്. SSF പലർക്കും മാതൃക കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഘാടനത്തിന് ആദൂർ സ്കൂള് നമുക്കെപ്പോൾ ഒരു അഭയമായിരുന്നു. എപ്പോഴും ആദൂർ സ്കൂൾ കുറേ നമ്മളെ സ്വാലിഹിതങ്ങളെല്ലാം അന്ന് ഭയങ്കര മത്സരാർത്ഥിയാണ്. ആദൂർ സ്കൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പം ഈ സിദ്ദീഖ് സാരി ആദൂരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും ആ സമയത്തൊക്കെ. കാരണം ആദൂരിലാണെങ്കിലും കുടിക്കാനും ചോറൊക്കെ ആദൂർ യൂണിറ്റ് സെറ്റാക്കണമല്ലോ. അപ്പം അന്ന് ഈ ഒരു സംഘാടക സമിതി എന്നുള്ളത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വള്ളത്തൂർ സാഹിത്യോത്സവം ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മുമ്പ് നടന്ന സാഹിത്യോത്സവമൊക്കെ A to Z മുട്ടസൂചി പോലും ആ സ്വാഗത സംഘമാണ് വാങ്ങേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ്. അത് എത്ര ലക്ഷമാണെങ്കിലും ആ സംഘാടക സമിതി വഹിക്കുന്നതിൽ. മുമ്പ് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുത്തലിമികളോ ആയിരിക്കും, അവരിതിൻ്റെ ഫണ്ടും കണ്ടെത്തണം. ഈ പറഞ്ഞ പോലെ എന്താക്കാം, ആ ഫോം 10 മണിക്ക് വരുമ്പോൾ അതിൻ്റെ ഫോം ബില്ലാക്കിയിട്ട് രാത്രിയാകുമ്പോൾ മടക്കി അയക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സാഹിത്യോത്സവത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പോഴും എത്രയോ ആളുകൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല, അത് താടിയെല്ലാം ഉഷാറായിട്ടുണ്ടാവും, ഉയർന്ന പോസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ടാവും. കാണുമ്പോൾ നമ്മളോട് ഇങ്ങനെ കൈ നിന്നിട്ട് പണ്ട് സാഹിത്യോത്സവത്തിൽ ജഡ്ജായിട്ട് ഇങ്ങനെ വന്നിട്ടേക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്, ബേജാറുണ്ടാവുമെന്ന് അറിയില്ല, അങ്ങനെ പറയും. പിന്നെ ഇപ്പോൾ ജഡ്ജായിട്ട് പോകല്ല, കാരണം നമുക്കൊരു വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായ കാര്യമാണ്. നമുക്ക് ആരെങ്കിലും നമ്മളെ കാരണം കൊണ്ട് എത്തേണ്ട ആളുകൾ എത്തിയില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമം നമുക്ക് എപ്പോൾ മനസ്സിലുണ്ടാവും. ബദിയടുക്ക അഡീഷണൽ സാഹിത്യോത്സവം വിളിച്ചപ്പോൾ ഞാൻ വേറെ ആളെ പേര് പറഞ്ഞെടുത്ത്, നിങ്ങളെല്ലാം പേര് പറഞ്ഞെടുത്ത് നല്ല മുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ പല മുഖങ്ങളുണ്ടാവും ഒരുപാട്. നമുക്ക് വലിയൊരു നേട്ടം അറിയുന്നത്, ഞാൻ SSL പ്രവർത്തിക്കുമ്പോൾ ഒരു വിഷമം നിറഞ്ഞെന്തറിയോ, അപ്പോൾ നമ്മൾ ചെറിയ മനസ്സാണല്ലോ, നമുക്ക് സുഹൃത്തുക്കളില്ലല്ലോ. നമ്മൾ കുറേ നമ്മളെ നാട്ടിൽ കുറേ ആളുകൾക്ക് എത്രയോ ട്രെൻഡിൻ്റെ ബാക്കിൽ കുറേ ചെറുപ്പക്കാരവരെ ബാക്കിൽ കുറേ കൂട്ടുകാരൊക്കെ കുറേ ഉണ്ടാവും. നമ്മൾ SSFൻ്റെ പേരിൽ പ്രവർത്തിച്ച് നമുക്ക് കൂട്ടുകാരിൽ നിന്നുള്ള അന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ഒരു ഫാമിലിയിൽ ഇത് കാസർഗോഡ് ഒളിത്തെടുക്കയിൽ നമ്മളൊരു വിവാഹാലോചന വന്നു, നമ്മളെ ഫാമിലി ആർക്കെങ്കിലും വന്നു, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിളിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് ലിങ്ക് ഉണ്ടാവും. ഇത് വലിയൊരു ചെയിൻ ബിസിനസ് പോലെ ഒരു വലിയ SSF നിറയുന്നത്, സാഹിത്യോത്സവം നിറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന വലിയൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ കുറെ അങ്ങോട്ട് എത്തും. അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ് വെച്ചെടുന്ന്
ഒന്നും കൂടി അതിനെ അടിവരയിടെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊരു വിവാഹ ആലോചന നടക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പെണ്ണ് ഒരു പുതിയാപ്പിളയാണ്. പക്ഷെ ഇതിനെ ബ്രോക്കർമാർ 5 ആളാണ്. 5 വഴിയിലൂടെ വന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ പുതിയാപ്പിളുടെ കാഞ്ഞങ്ങാട് ഭാഗത്താണ് പുര. അയാൾക്ക് ഈ ഭാഗത്തെ പെണ്ണിൻ്റെ അഡ്രസ്സ് കിട്ടിയ ഉടനെ അയാൾ ചിന്തിച്ചത് അവിടെ ഒരു പഴയ കാലത്തൊരു SSFൻ്റെ ഒരാളുണ്ടല്ലോ, അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് തപ്പി എന്നെ അന്വേഷിക്കുക, എന്നോട് വിളിച്ചു ചോദിക്കുകയാണ് അവരെങ്ങനെയാണെന്നുള്ളത്. ആ കാഞ്ഞങ്ങാട് പഴയകടപ്പുറത്ത് ഭാഗത്ത് നമുക്കുണ്ടാക്കിയ ബന്ധം ഈ സാഹിത്യോത്സവങ്ങളും ഈ സംഘടന തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ തൊപ്പി വെച്ച് പോകേണ്ടി ഉണ്ടാവും കോളേജിലേക്ക്. ചിലപ്പോൾ കേസിലിട്ട് പോകേണ്ടി വരും. പക്ഷെ നമ്മളുള്ള ആളുകളൊക്കെ ഇപ്പം മാച്ചിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ കളിയാണ്, ലോകകപ്പ് എന്ന് കളിക്കുന്നുണ്ട്. ഈ ഫ്ലക്സൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടാൻ കഴിയാതെ കൂടണോ കൂടേണ്ടേ എന്ന് ഇത് തടസ്സം നിർത്തിക്കുമ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടത് നമുക്കൊരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഈ പ്രസ്ഥാനത്തിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും പഴയകാല സാഹിത്യോത്സവ അനുഭവങ്ങൾ ഓരോന്നായി പറയുമ്പോൾ ഈ പള്ളത്തൂറിനെ കുറിച്ച്, നേരത്തെ ഇവിടുത്തെ സംഘാടനയെക്കുറിച്ചും ഇവിടുത്തെ ഈ സാഹിത്യോത്സവ സംവിധാനത്തെക്കുറിച്ചും പറയുമ്പോൾ ഓർമ്മ വരുന്നത് SSFൻ്റെ ജില്ലാ സാഹിത്യോത്സവിന് ആതിഥ്യം അരുളിയ ഒരു യൂണിറ്റാണ് പള്ളത്തൂർ യൂണിറ്റ്. നമ്മുടെ സ്കൂളിൻ്റെ അടുത്താണ് ഉണ്ടായത്. ഞാൻ ഡിവിഷനിലുണ്ടാകുമ്പോൾ ഡിവിഷൻ സാഹിത്യോത്സവിന് ആതിഥ്യം അരുളിയ ഒരു യൂണിറ്റാണ് കർണൂർ യൂണിറ്റ്. കർണൂർ സ്കൂളിൽ നടന്ന ആ നല്ല ശക്തമായ മഴയത്ത് നടന്ന സാഹിത്യോത്സവം. അന്ന് പള്ളത്തൂറിൽ നമുക്ക് അതൊരു സാഹിത്യോത്സവിൻ്റെ പഴയ രീതിയിൽ നിന്നുള്ളൊരു മാറ്റം സംഭവിച്ച സമയമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുട്ടുസൂചി അടക്കം ഒരു സ്വാഗത സംഘത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റിക്ക് ഒരു ഫിൽസ് പോലും ഇതിൻ്റെ പേരിൽ ചെലവില്ലാതെ സാഹിത്യോത്സവം ആദ്യമായി നടക്കുന്നത് പെരുമ്പട്ടയിൽ നിന്നാണ് പള്ളത്തൂറിലേക്കുള്ള പതാക വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഡിവിഷൻ പതാക വാങ്ങുന്നത്. അപ്പോൾ ആ കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി കണ്ടെത്തിയത് പള്ളത്തൂറിലെ ഈ നാട്ടിലാണ് സാഹിത്യോത്സവം നടത്താൻ. അന്ന് ഒരു ഫിൽസ് പോലും ഡിവിഷൻ കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ ചിലവായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ പിരിഞ്ഞ പൈസയിൽ നിന്ന് കുറച്ച് അവശേഷിക്കുന്ന പൈസ ഇവിടെ വെക്കുന്ന മണ്ഡലത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പൈസ തന്ന നാടാണിത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നല്ല ചിരിയിലുണ്ട് എന്നുള്ളത്. ഞങ്ങളെ കാലത്ത് സാഹിത്യോത്സവം അവസാനിക്കുമ്പോൾ ഏതായാലും ലൈവും സംവിധാനമൊന്നുമില്ല, ഓർക്ക് പൈസ കൊടുക്കുന്ന ടെൻഷനില്ല. ഏതായാലും മൈക്കൊക്കെ പൈസ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പൈസ പോലും നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ ടെൻഷൻ വല്ലാതൊരു ടെൻഷനായിരുന്നു. അന്ന് 7 ഭാരവാഹികളാണ്, ഇപ്പോൾ കുറേ കൂടുതൽ ഭാരവാഹികളുണ്ട്. 7 ആൾക്കും വലിയ തലവുണ്ടാകുന്ന ഒരു സാഹിത്യോത്സവം. ഇന്ന് അൽഹംദുലില്ലാ, ഇനി നാളെ സജ്ജാദി മമ്മി എന്നെ നോക്കിയെന്തേ ഇവിടെ നാളെയും തരും. അതേ പള്ളത്തൂറാറിൻ്റെ മാറ്റമില്ല. താഴെന്ന് മീത്തൊക്കെ വന്നിരുന്നു മാത്രം. ഈ സ്വാഗത സംഘത്തിൽ ബാക്കിയുള്ള പൈസ ഡിവിഷൻ കമ്മിറ്റിക്ക് എന്നെ തരും, നിങ്ങൾ പേടിക്കണമെന്നില്ല. നല്ലോണം ഒരു പൈസ ബാക്കിയിട്ടുണ്ട്. ഏതായാലും പള്ളത്തൂർ യൂണിറ്റിൻ്റെ അല്ലാഹു ഈ നാട്ടുകാർക്ക് അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ സിദ്ദീഖാജും അതുപോലെ മിസ്ബാഹും ഒക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ആളുകൾ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ സൂചിപ്പിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലൊരു സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ എൻട്രി ഫയലിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് 14ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസാണ്, അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതായത് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ്. ഞാനെപ്പോഴും ആ ചാപ്റ്റർ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് സാഹിത്യോത്സവമാണ്. സാഹിത്യോത്സവിൽ പണ്ട് 7 ആളുകൾ ഡിവിഷൻ ഓഫ് വർക്ക് നടന്നിരുന്നു. 7 ആൾ ഭാരവാഹികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്താക്കുക അത് ചെയ്ത് പറഞ്ഞ് ഡിവിഷൻ ചെയ്ത് പോയിരുന്നു. ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. ഇന്നത് എക്സിക്യൂട്ടീവ് അംഗങ്ങളിലേക്ക്, അതുപോലെ തന്നെ സ്വതന്ത്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളിലേക്കും എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഈ മൈൻ ഭാരവാഹികൾക്കും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്കും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ പണിയില്ല, പണ്ട് പണിയുണ്ട് എന്നല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ആ പണിയെ എന്താക്കാൻ പറഞ്ഞു എളുപ്പത്തിൽ എങ്ങനെ നടത്താം. ഞാനത് ഓർക്കുക, നമ്മളൊരു ക്യാമ്പിൽ സമ്മത് മാഷ തോന്നുന്നു, സമ്മത് മാഷ് എന്തോ ഒരു വിഷയം പറയുമ്പോൾക്ക് താഴ്ന്ന് ഒരു ഇഷ്ടിക കഷ്ണം 10-30 ഇഷ്ടിക കഷ്ണം 3ാമത്തെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ എന്താ മീതിലൊക്കെ ഇപ്പോൾ ഒരാളെ പണിക്ക് വെച്ചെങ്കിൽ 30 ഇഷ്ടിക കഷ്ണം ഈ 3ാമത്തെ നിലയിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ചിലവാകും. അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ എല്ലാവരും താഴെ കാണുന്ന ഓരോ ഇഷ്ടിക കണ്ട മുകളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്
എന്ന് ഇട്ട് എല്ലാവരും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്തായി ഓരോരു സാധനം ഇങ്ങനെ മീത്ത കൊടുന്ന് മീത്ത സാധനം റെഡിയായി. ആ രൂപത്തിൽ എല്ലാ ആളുകളിലേക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രൂപമാണ്, മാറ്റമാണ് സാഹിത്യോത്സവം വന്നിട്ടുള്ളത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നല്ലോ സാർ. പിന്നെ നമുക്ക് ഓർമ്മകളിലെ സാഹിത്യോത്സവ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നമ്മുടെ കൂട്ടുകാരാണ് ഇർഷാദ് സ്വാബിർ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും പള്ളങ്കോടിലാണ് ഞങ്ങൾ ആ വർഷം സാഹിത്യോത്സവ് പ്രസിഡന്റ് ഞാനും അത് കരീം ജൗഹരി സെക്രട്ടറി ആയിട്ടുള്ള ആ വർഷം പള്ളങ്കോടിലാണ് ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്നത്. സജീവമായി രണ്ടുപേരും ഡിവിഷൻ സാഹിത്യോത്സവത്തിന് സംബന്ധിക്കുന്നു. നല്ല നിലയ്ക്ക് അവരുടെ യൂണിറ്റുകളിൽ നിന്ന് പ്രവർത്തകരെ കൊണ്ടുവന്ന് പിന്നെ നല്ല മത്സരങ്ങൾ അവർ സെക്ടറിലാണ് അവർ മത്സരിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാ മത്സരങ്ങളിൽ നേരത്തെ ജൗഹരി പറഞ്ഞ പോലെ മത്സരാർത്ഥിയും സംഘാടകരുമാവുന്നു അവർ രണ്ടുപേരും. എന്നിട്ട് ജില്ലാ മത്സരം നടക്കുന്നത് ഏണിയാടിയിൽ വെച്ചാണ്. ഏണിയാടിയിൽ ഞങ്ങൾ പിന്നെ എക്സിക്യൂട്ടീവ് ചേർന്നു. പിന്നെ പരിപാടി തുടങ്ങാൻ വേണ്ടി ഓരോ ആളുകൾക്കും ഓരോ വേദികളുടെ ചുമതലകൾ നൽകി അതിങ്ങനെ ഫയലും എടുത്തിട്ട് ഞങ്ങൾ ആ പിന്നെ വേദിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബദിയർക്കാട് ഡിവിഷനിൽ നിന്ന് വരുന്ന നമ്മുടെ കൂട്ടുകാർ, ബദിയർക്കാട് ഡിവിഷനാണ് അന്ന്, അപ്പം ബദിയർക്കാട് ഡിവിഷനിൽ വരുന്ന കൂട്ടുകാർ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി എന്ന് വാർത്ത കേട്ടു. ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് പിന്നെ ഇറങ്ങി, പിന്നെ കിട്ടിയ വണ്ടിയും പിടിച്ചിറങ്ങി. അന്ന് അവരുടെ എല്ലാ മുഴുവൻ സംസ്കരണ പ്രവർത്തനങ്ങളിലും സംബന്ധിച്ചു. ഈ സമയത്ത് ഓർക്കാൻ കാരണം ആ പ്രവർത്തകരെ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രവർത്തകരാണ് നമ്മുടെ നാടിൻ്റെ എന്നും സ്മരിക്കുന്ന ഒരു SSFൻ്റെ സാഹിത്യോത്സവിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അള്ളാഹു ആ ഇർഷാദിൻ്റെയും സ്വാബിറിൻ്റെയും ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗലോകത്ത് അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂടി തരട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ പരിഹാരമായിട്ട് അവരുടെ അനുജന്മാരെയൊക്കെ അള്ളാഹു വളർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ അവരുടെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിച്ച നമ്മുടെ ഡിവിഷൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.